ഹലോ കൂട്ടുകാരെ, നമസ്കാരം. മിക്സി പോലത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. നമുക്ക് എല്ലാവർക്കും സുഖത്തിനായ ലൈഫ് സ്റ്റൈൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മനു ജോൺസന്റെ ഒരു ക്ലാസ് ആണ്. ഇത് നടക്കുന്നത് ബാംഗ്ലൂർ ഇലയയിലാണ്. അനുമോദയ ഫ്രണ്ട്സ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ അംഗങ്ങളാണ് അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേൾക്കാം. അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ ജീവിത രീതി മെച്ചപ്പെടുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങളൊക്കെ മാറി കിട്ടും. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം. ഡോക്ടർ മനോജ് ജോൺസൺ അവരുടെ ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന്റെ ക്ലിനിക്ക് ഉള്ളത് ഇന്ദിരാനഗറിലാണ്. അപ്പോൾ അവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം കേട്ടോ. ഇന്ന് പലവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ രീതിയിൽ ആ ജീവിതശൈലി ഒന്ന് മാറ്റി നോക്ക്. ഒരുപാട് മരുന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ ആഹാരങ്ങൾ ഒന്ന് ക്രമീകരിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് നോക്കാന്നേ. സാറ് പറഞ്ഞ രീതിയിൽ ഒരു മാസമെങ്കിലും ഒന്ന് ട്രയൽ നോക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ വീഡിയോയ്ക്ക് ലെങ്ത് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് 2 ഭാഗമായിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ജനിച്ചത്, വളർന്നത്, പഠിച്ചത് എല്ലാം മംഗലാപുരത്താണ്. അവിടെ ഗവൺമെന്റ് സർവീസിലായിരുന്നു 2 കൊല്ലം. തളർവാദ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പം ബേസിക്കലി ഞാനൊരു ലൈഫ് സ്റ്റൈൽ മെഡിസിൻ പ്രാക്ടീഷണറാണ്. ലൈഫ് സ്റ്റൈൽ മെഡിസിൻ എന്ന് പറയുന്നത് ഇവിടെ അത്ര കോമൺ അല്ല, US-ലുള്ളതായത്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ജീവിതശൈലിയിൽ മാറ്റം വരുത്തി ട്രീറ്റ് ചെയ്യുന്നതെന്നാണ്. ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളെ മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രമേഹം വന്നിരിക്കുന്ന ആളുകൾക്ക് പ്രമേഹത്തിന് ഗുളിക അടിച്ചു കഴിഞ്ഞാൽ പ്രമേഹം മാത്രം കൺട്രോളിൽ നിൽക്കും, പ്രശ്നങ്ങളെല്ലാം വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രമേഹക്കാരുണ്ടോ? എല്ലാവരും സ്വന്തമായിട്ട് ഷുഗർ ഫാക്ടറി ഒക്കെ നടത്തുന്ന ആൾക്കാരാണ്. അപ്പോ ഷുഗറിന് മരുന്ന് എടുക്കുന്നവരുണ്ടല്ലോ, അത് എടുക്കണം, നിവൃത്തിയില്ല, എടുത്തേ പറ്റൂ. പക്ഷെ ഷുഗറിന് മരുന്നെടുത്തു എന്ന് പറഞ്ഞാലും ഇവർക്ക് ചില ആളുകൾക്ക് വയറല്ലാതെ ചാടാൻ തുടങ്ങും, കയ്യും കാലും ശോഷി, വണ്ണം കുറയും, മസിൽ കയറ്റം തുടങ്ങും, മസിൽ പിടുത്തം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഉദാഹരണ പ്രശ്നങ്ങൾ തുടങ്ങും, കാഴ്ച മങ്ങി 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 പോകും. എന്നുവെച്ചാൽ നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം മങ്ങൽ തുടങ്ങുന്നുണ്ട്. പിന്നെ കാലയിലൊക്കെ ഉറുമ്പരിക്കുന്ന പോലത്തെ കാര്യങ്ങൾ, ചിലപ്പം കടലിന്റെ മുകളിൽ കാല് വെക്കുന്ന പോലെ ഭയങ്കര പുകച്ചില്, അതേപോലെ തന്നെ മരവിപ്പ്, ഏത് വിരലിനകത്തുണ്ടെന്നുള്ളത് മനസ്സിലാകാത്ത രീതിയിലേക്ക് മാറും. പിന്നെ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ, ഇതെല്ലാം പ്രമേഹ പ്രശ്നമുള്ളവർക്ക് വരുന്നതാണ്. പക്ഷെ അവരുടെ ഷുഗർ കൺട്രോൾ ആയിരിക്കും. മൂത്രത്തിൽ പദം പോകും, പക്ഷെ അവരുടെ ഷുഗർ കൺട്രോൾ ആയിരിക്കും. പ്രശ്നം ഉണ്ടാകുന്നത് പ്രമേഹത്തിന്റെ മെയിൻ പ്രശ്നം കൊണ്ടല്ല, ഷുഗർ ബ്ലഡിൽ കൂടുന്നതിന്റെ ഭാഗമായിട്ടല്ല, ഇതിന്റെ ഭാഗമായിട്ട് മറ്റ് അവയവങ്ങളുടെ ഡാമേജ് വന്നിട്ടാണ് പ്രശ്നം വരുന്നത്. അറ്റാക്കുകളും സ്ട്രോക്ക്, കിഡ്നി റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലിയിൽ മാറ്റം വരുത്താതെ വെറും ഗുളിക മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ, എന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നാം കറക്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡോക്ടറെ കാണുന്നുണ്ട്, മരുന്ന് എടുക്കുന്നുണ്ട്, എന്നിട്ടും എനിക്കിങ്ങനെ അങ്ങനെ തോന്നാറില്ലേ? അതേപോലെ തൈറോയ്ഡ് ബുദ്ധിമുട്ടുള്ളവർ ശരി, തൈറോയ്ഡ് ബുദ്ധിമുട്ടുള്ളവർ ചോദിച്ചാൽ അവര് തൈറോയ്ഡ് ഗുളിക കറക്റ്റായിട്ട് എടുക്കും. എല്ലാ ദിവസവും വെറും വയറ്റിൽ രാവിലെ ഒന്നും കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കഴിച്ചേച്ച് ഇരിക്കും. പക്ഷെ ഇവർക്ക് ശരീരത്തെ ബുദ്ധിമുട്ടുണ്ട്, ക്ഷീണമുണ്ട്, മുടികൊഴിച്ചിലുണ്ട്, ടെൻഷൻ കൂടുതലാണ്, സ്കിൻ ഇരുട്ട് വരും, ശരീരം എവിടെ പിടിച്ചാലും വേദനകൾ ഉണ്ടാവും, ഉറക്കം കിട്ടത്തില്ല, എപ്പോഴും തൂക്കി 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 നടക്കുന്ന ബുദ്ധിമുട്ട് വരും. പക്ഷെ ഇവരുടെ TSH നോക്കി എപ്പോഴും നോർമലായിരിക്കും, കാരണം മരുന്നെടുക്കും. അപ്പൊ ഇനി പറ, മരുന്ന് മാത്രം എടുത്താൽ കാര്യം നടക്കില്ല. ഇതൊക്കെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ വെരിക്കോസ് കേട്ടിട്ടില്ലേ? വെരിക്കോസ് പ്രശ്നം വളരെ സിമ്പിളാണ്. കാല് നരമ്പ് തടിച്ച് വരുന്ന കണ്ടീഷനാണ് പൊതുവെ വെരിക്കോസ് എന്ന് പറയാനുള്ളത്. പക്ഷെ അതൊരു 60% ആൾക്കാർക്കാണ്. 40% ആൾക്കാർക്ക് കാലിന് നരമ്പ് തടിക്കത്തേ ഇല്ല. അരമണിക്കൂർ അടുക്കള നിൽക്കുമ്പോൾ കാല്
കഴപ്പ് തുടങ്ങും, കടച്ചിൽ തുടങ്ങും. അപ്പൊ പിന്നെ ഇരിക്കണം തോന്നും. പല വീടുകളിൽ രാത്രി കുഴപ്പും എണ്ണയും ചൂട് പിടിക്കുക തന്നെയായിരിക്കും പരിപാടി. മക്കളെ കൊണ്ടും കൊച്ചുമക്കളെ കൊണ്ടും തിരുമ്പിക്കായിരിക്കും പരിപാടി. എപ്പോഴും രാവിലെ ഇരുന്നപ്പോ കാല് ഓക്കെ, വൈകുന്നേരം ആകുന്നതിന് കാല് തീരും. എന്നിട്ട് തിരിച്ച് കടന്നിട്ട് രാവിലെ ആവുമ്പോൾ വീണ്ടും ഓക്കെ. നടുവിന് താഴോട്ട് കാലിങ്ങനെ പൊട്ടിപ്പോകുന്ന വലിച്ചിരും വേദനയും. ഇതാണ് വെരിക്കോസ്. അപ്പോ നോക്കും ഭൂരിഭാഗം പ്രശ്നമുണ്ട്. സൊല്യൂഷൻ ഉണ്ടോ? സൊല്യൂഷൻ ഇല്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം വരും. അതേപോലെ തന്നെ നമുക്കൊരാളോട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങൾ. അതിനകത്ത് ഒരെണ്ണമാണ് ക്ഷീണം. നമ്മളിപ്പോ ആരോട് വേണ്ടി ക്ഷീണം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല നമുക്ക് ക്ഷീണമെന്ന് പറയും. നല്ല തടിച്ച് കൊണ്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. കണ്ടാൽ എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ ക്ഷീണമാവും. ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ കൊണ്ട് ആ ദിവസത്തെ എനർജി തീർന്നു. പിന്നെ ഒന്നിനും കൊള്ളുന്നു. ഒരു യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ക്ഷീണവും വേദനകളും തന്നെ ഉള്ളു. അതേപോലെ വേറൊരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ ടെൻഷൻ അടിച്ച് കണ്ണം തുറന്നിരിക്കും. രാത്രിയിൽ ഉറങ്ങാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ചില കൂടുതലുള്ള ആള് കൂർക്കം വലിച്ച് ഉറങ്ങുകയും, പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റാതെ തോന്നില്ല. എന്നാൽ ആരോടെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഉറക്കം ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുന്നു? ഒരാൾക്ക് മനസ്സിലാവില്ല. പോയിട്ട് ഡോക്ടറോട് പറഞ്ഞു നോക്കിയേക്കും, ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ല. ഒരു രാത്രി അരമണിക്കൂർ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ തന്നെ തലവരും. അങ്ങനെയുള്ള കണ്ടീഷനിൽ എത്ര ദിവസങ്ങൾ ഉറങ്ങാതിരിക്കുന്നവരുണ്ട്. ഇതിനൊക്കെ സൊല്യൂഷൻ വേണ്ടേ? അതേപോലെയാണ് ശരീരവേദനകൾ. കയ്യെ പിടിച്ചാൽ വേദന, കാലെ പിടിച്ചാൽ വേദന, പുറത്ത് വേദന, വയറ്റിലെ വേദന, കഴുത്തിലെ വേദന, മുട്ടിലെ വേദന, എവിടെ പിടിച്ചാലും വേദന. ജോയിന്റ്സ് തന്നെ വേണമെന്നില്ല, മസിൽസ് പിടിച്ചാലും വേദന. അപ്പൊ ഇത് പോയിട്ട് എനിക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവും? ഭാര്യ പോയി ഭർത്താവിനോട് പറയണേ എനിക്ക് വേദനയാണ്, ശരീരം മൊത്തം എനിക്ക് നീർക്കെട്ടും വേദനയാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന് മനസ്സിലാവില്ല. അപ്പൊ ഇതെല്ലാം ജീവിതശൈലിയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് മാറ്റം വരുന്നെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ട് മാറ്റം. അതാണ് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ എന്ന് പറയുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം. കാരണം നമ്മൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തം ചോദിച്ച് മനസ്സിലാക്കും. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും, എന്ത് ഭക്ഷണം കഴിക്കും, എന്ത് ജോലി ചെയ്യുന്നു, എത്ര ദൂരം യാത്ര ചെയ്യുന്നു, എന്താണ് ശരീരത്തിന് ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളത്, എത്ര നേരമാണ് റെസ്റ്റ് വരുന്നത്, ഉച്ചക്ക് എന്ത് കഴിക്കും, വൈകുന്നേരം എന്ത് കഴിക്കും, രാത്രി എന്ത് കഴിക്കും, ഈ കഴിക്കുന്നതും ഇവരുടെ ജോലിയും ഇവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയായിട്ട് ബന്ധമുണ്ടോ, ഇവരുടെ പാരമ്പര്യം. അപ്പന് അമ്മയ്ക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ മക്കൾക്ക് 100% തൈറോയ്ഡ് ഉണ്ട്, ഒരു ഡൗട്ടില്ല. അപ്പന് അമ്മയ്ക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമോ? നമ്മുടെ സ്വന്തം ശരീരത്തിലെ പ്രതിരോധ ഇമ്മ്യൂണിറ്റി സ്വന്തം ശരീരത്തിലെ നല്ല കോശങ്ങളെ ഡാമേജ് ചെയ്യും. പക്ഷെ അതിനെ ഡാമേജ് ചെയ്യുമല്ലോ കറക്റ്റായിട്ട്. എന്തെങ്കിലും വൈറസിനെ വാക്സിനെയൊക്കെ ഡാമേജ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല കോശങ്ങൾ ഡാമേജ് ചെയ്യും. അതിനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കേട്ടിട്ടുണ്ടോ? ആമോവാദം, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. തൈറോയിഡൈറ്റിസ് എന്ന് പറയും, തൈറോയിഡ് ഗ്ലാൻഡിൽ കേട്ടിട്ടുണ്ട്, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അതേപോലെ തന്നെ ലൈക്കൻ പ്ലാനസ്, നമ്മുടെ മുഖം ഇരുട്ട് വരിക, അല്ലെങ്കിൽ അവിടെ ഇവിടെ കറുത്ത പുള്ളികളായിട്ട് വരിക. സോറിയാസിസ്, അതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരു സാധനം ഉണ്ടാക്കുകയല്ല, നമ്മുടെ ശരീരം തന്നെ ഡാമേജ് ചെയ്യുന്ന ഒരു മെത്തഡാണ്. അത് ജീവിതശൈലിയായിട്ട് നല്ല ബന്ധമുള്ള കാര്യമാണ്. അപ്പോ ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് നമ്മളത് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെയുള്ള പേരൻസിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും മക്കളിൽ വരുന്നത്. അപ്പനമ്മയ്ക്കും തൈറോയ്ഡ് ഉണ്ടെങ്കിൽ മക്കൾക്ക് ആദ്യം കാണിക്കുന്ന അലർജിയായിരിക്കും. തുമ്മല്, ശ്വാസം മുട്ടല്, വെയിറ്റ് കൂടുന്നത്, മുടി കൊഴിച്ചില്, പീരിയഡ്സ് PCOD പ്രശ്നങ്ങൾ, പീരിയഡ്സ് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തൈറോയ്ഡ് ഓർപ്പിക്കാം. പക്ഷെ അപ്പനമ്മ പറഞ്ഞെങ്കിൽ അപ്പൊ നമ്മൾ ഇത് നോക്കും മൊത്തം നിങ്ങൾക്ക് ഏത് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വരെ ക്ലിയറായിട്ട് പറയാൻ പറ്റും. അപ്പൊ നമുക്കൊരു സംശയം, എനിക്ക് ഭാവിയിൽ ഇതിന് സാധ്യതയുണ്ടോ, ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. എത്ര കൊല്ലത്തിൽ എങ്ങനെ വരും എന്നുള്ളത് വരെ പറയാൻ പറ്റും.
അതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിരുന്ന് ചോദിക്കണം മൊത്തത്തോടെ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊന്നും അല്ലല്ലോ സാധാരണ ആശുപത്രി പോയാൽ മുട്ടുവേദന എന്ന് പറഞ്ഞ് തീരുമ്പത്തേന് മരുന്ന് കിട്ടും. അപ്പൊ അടുത്ത ചോദ്യങ്ങളില്ല. ഒരു ദിവസം പിന്നെ 200-300 പേരെ ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് വേണ്ട കാര്യം എന്താണ്? ഇതിനൊരു പെർമനന്റ് സൊല്യൂഷനാണ്. ആ പെർമനന്റ് സൊല്യൂഷൻ എന്ന രീതിയിൽ നമ്മളിപ്പോ കാലങ്ങളായിട്ട് ചെയ്തു വരുമ്പോൾ മനസ്സിലായി ഇങ്ങനെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നാൽ നമ്മുടെ അടുത്ത് വരും ഇന്ന പ്രശ്നം പറയും. അപ്പൊ അവൻ പറയും ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്ന് ചെയ്യരുത്, ഇന്നതാണ് വരാൻ പോകുന്നത്, എല്ലാം പറഞ്ഞു കൊടുക്കും. അടുത്ത ആള് സെയിം പ്രശ്നം വരും, വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ പിന്നെ മനസ്സിലായി എല്ലാം വന്നു കഴിഞ്ഞേച്ച് ചുമ്മാ കടം നമ്മൾ കുറെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, മാനേജ് ചെയ്യും. അതാണ് ഞാൻ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം മരുന്നുണ്ട്, ആശുപത്രിയുണ്ട്, ഡോക്ടർമാരുണ്ട് എന്ന് പറഞ്ഞേച്ച് സന്തോഷിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ അവിടെ കാണും, നമ്മൾ കാണില്ല. കോവിഡ് സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ കാശുകാരും അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ വരെ ഡോക്ടർമാരെ വരുത്തി ചികിത്സിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളവരുണ്ട്. പക്ഷെ അവരില്ല ഇപ്പോ. പക്ഷെ ആ ഡോക്ടറുണ്ട്, ആശുപത്രികളുണ്ട്, മരുന്നുണ്ട്. അതല്ല ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പക്ഷെ കാശ് വെച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇല്ല. അപ്പൊ അവസാനം എന്താണ് മനസ്സിലായത്? നമ്മൾ മെനക്കെട്ടെങ്കിലേ വല്ല കാര്യമുള്ളൂ. അല്ലാതെ വരുന്നത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ചിലര് നന്നായിട്ട് മദ്യപിക്കും, അവർക്ക് ഒരു കുഴപ്പമാണ്. നന്നായിട്ട് ഭഗവതിക്കും ഒരു കുഴപ്പമാണ്. പക്ഷെ ചിലര് വല്ലപ്പോഴും മദ്യപിക്കുന്ന ആൾക്കാരായിരിക്കും, വല്ലപ്പോഴും പുകവലിക്കുന്നവരായിരിക്കും. അവർക്കായിരിക്കും ചിലപ്പോൾ ലങ് ക്യാൻസറും ലിവർ സിറോസിസും ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ദേണ്ടേ ഈ മൊത്തം ഫുൾ ടൈം വെള്ളത്തിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു കുഴപ്പം, വല്ലപ്പോഴും ഒരു പെക്കടിക്കുന്ന ആൾക്ക് പ്രശ്നം. ചില ആളുകൾ ഭയങ്കര ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്, അവർക്കാണെങ്കിൽ ഭൂരിഭാഗം പ്രശ്നം. ഒട്ടും ശ്രദ്ധിക്കാത്ത ആൾക്കാർക്ക് പ്രശ്നമില്ലെന്നല്ല, അവരാ ശ്രദ്ധിക്കുന്നില്ല. അപ്പോ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവസാനം പണി കിട്ടി കഴിയുമ്പോൾ അത് പ്രശ്നമാണ്. ഇപ്പൊ ഭാര്യ ഉന്നയിച്ച് നമ്മൾ ഒത്തിരി പ്രശ്നമുണ്ടെന്ന് പറയും, അത് നല്ല പറയും, എല്ലാം പറഞ്ഞു പറയും. ഓക്കെ, ആ കാര്യം കഴിയുമ്പോൾ എന്റെ ഭർത്താവിനെയും കൂടെ ഒന്ന് നോക്കണം. അപ്പൊ ഭർത്താവ് പറയാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഭാര്യയുടെ കൂടെ വന്നതാണ്. ഓക്കെ, എന്നാലും ഭാര്യ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യം ചോദിക്കും. പക്ഷെ ഭർത്താവിന് ബ്ലോക്ക് ആയിരിക്കും, ലിവർ പോയി കിടക്കുമായിരിക്കും, കിഡ്നി പ്രശ്നമായിരിക്കും, എല്ലാം പ്രശ്നമായിരിക്കും. പക്ഷെ ഭർത്താവിന് വലിയ കുഴപ്പമൊന്നുമില്ല. മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോൾ പേടിയാണ്. ആശുപത്രിയിലെങ്ങാനും കയറിയ പിന്നെ ഇറങ്ങണ്ട ഇത് കാണത്തില്ല. കാരണം ഉള്ള മെഷീൻസ് മൊത്തം കയറ്റി ഇറങ്ങും. അയ്യോ TNT ചെയ്യും, ആ ബീച്ച് പ്രശ്നം വിട്ടോ, കാർഡിയോളജി കുറച്ച് കഴിയുമ്പോഴത്തേനും യൂറിൻ റിലേറ്റഡ് ആയിട്ട് പ്രശ്നം, ആ അങ്ങോട്ട് വിട്ടു, മരപ്പ് പോകല്ല ഇങ്ങോട്ട് വിട്ടു, ന്യൂറോ വിട്ടു. ഇങ്ങനെ ഉള്ള ഡിപ്പാർട്ട്മെന്റ് മൊത്തം കയറി ഇറങ്ങുന്നത് ശരിക്കും പറഞ്ഞ പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ വരുന്നിടത്ത് വെച്ച് കാണണം എന്ന് പറഞ്ഞ ശരി. അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ആയുസ് കുറവ്, സ്ത്രീകൾക്ക് ആയുസ് കൂടുതൽ. പക്ഷെ സ്ത്രീകളായിരിക്കും സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ആശുപത്രി. പുരുഷന്മാര് ആ വഴി അതിലേക്ക് പോകത്തില്ല. അപ്പൊ പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത്. കാരണം ബ്ലോക്ക് 10 ഉണ്ടെങ്കിൽ അറിയത്ത് പോലും. സാധാരണ ഒരു പനി വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. എന്നാലും ഈ പനി വരുമ്പം ശരീരം താങ്ങാനായിട്ട് കപ്പാസിറ്റി ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ തന്നെ രക്ഷപ്പെട്ടു. പലരും കോവിഡ് സമയത്ത് മരിച്ചത് ഈ അവർക്ക് ഡയബറ്റിക് കോംപ്ലിക്കേഷൻ ഉള്ളവരായിരിക്കും, അലർജി പ്രശ്നമുള്ളവരായിരിക്കും, അസ്മ പ്രശ്നമുള്ളവരായിരിക്കും. അവർക്ക് അങ്ങനെ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഇതുകൂടെ വരുമ്പോഴത്തേനും പല ബുദ്ധിമുട്ടും. അപ്പോ നമ്മുടെ ശരീരത്തിൽ പിടിച്ചു നിർത്താനായിട്ട് ഒരു നല്ല ഒരു അറ്റാക്ക് വന്ന് പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. അല്ലാതെ വലിയ വലിയ സംഭവങ്ങളൊന്നും മെനക്കെട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. എന്നാലും ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ദിവസവും വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിനെ ഒന്ന് ശരിയാക്കി എടുത്താൽ തന്നെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് പറയും. എന്റെ മേഖല ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗട്ട് മൈക്രോബ്സ് എന്ന് പറയുന്നതാണ്. അതായത് കുടലിലെ ബാക്ടീരിയയെ കുറിച്ചാണ്. അതെനിക്ക് മനസ്സിലായത് എവിടെയെന്ന് വെച്ചാൽ ഞാനൊരു 4 ലക്ഷത്തിലധികം കൺസൾട്ടേഷൻ ചെയ്തിരുന്നു. ഈ പറയുന്ന
ഒരു അത്യാവശ്യം കൺസൾട്ടേഷൻ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഭൂരിഭാഗം പ്രശ്നങ്ങൾ നിസ്സാരമായിട്ട് ശരിയാകുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ തലവേദന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ മൈഗ്രെയിൻ ഉള്ള കാര്യമുണ്ടോ ഇവിടെ? മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു സൈഡ് തല ഇങ്ങനെ വിങ്ങി പൊട്ടുന്ന ഒരു വേദനയാണ്. ചില സമയങ്ങളിൽ കണ്ണൊക്കെ ഒന്നും തുറക്കാൻ പറ്റത്തില്ല, വെയില് നോക്കാനേ പറ്റത്തില്ല, യാത്ര ചെയ്യാൻ പറ്റത്തേ ഇല്ല, വിശന്നിരിക്കാൻ പറ്റത്തില്ല, സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല, എപ്പോഴും ഇവിടെ അനുസരിച്ചില്ല. ചിലപ്പോ ഏത് സമയം ഇങ്ങനെ ശ്രദ്ധിക്കാൻ വരുന്ന ഒരു തോന്നലുണ്ടാവും. ചിലപ്പോൾ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം വരും. പക്ഷെ പലപ്പോഴും തോന്നി ഈ തല ഒന്ന് വെട്ടിയേക്കണം, മാറ്റി വെച്ചാൽ മതി, അത്രയ്ക്കും വേദനയായിരിക്കും, പിങ്ങി പൊട്ടുന്ന വേദന. 3 കാരണത്തായത് ഉണ്ടാകുന്നത്. ഒന്ന്, ഹോർമോണൽ പ്രശ്നം. ഇവർക്ക് ഫൈബ്രോയിഡ്, പീസിയോഡി പ്രശ്നങ്ങള്, പീരിയഡ്സിന്റെ ബുദ്ധിമുട്ടുകള്, എത്ര തണുത്തിരിക്കുന്ന സ്ഥലത്തും ഇവർക്ക് ആവിയായിരിക്കും ഫുൾ ടൈം. കാറ്റ് വേണം, ചൂട് വേണം, എപ്പോഴും ഇതായിരിക്കും. അടുത്തുള്ളവർക്ക് അറച്ചിരിക്കുന്ന സമയത്തും ഇവർക്ക് ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ അത് ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നത്തിന്റെ ബാക്കി പ്രശ്നമായിട്ടാണ് ആ മൈഗ്രെയിൻ ഉള്ളത്. രണ്ടാമത്തത് നമ്മൾ ചോദിക്കുന്നത് അസിഡ് പ്രശ്നത്തിൽ ഉണ്ടോ, നെഞ്ചരിച്ചില്, കുളിച്ചു തരട്ടല്, ഗ്യാസ് പറയുന്നത്, മലബന്ധ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അയഞ്ഞു പോകുന്നത്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡൈജസ്റ്റീവ് എൻസൈമിന്റെ കുറവ് കൊണ്ടാണ്. ദഹനരസം കുറവാകുന്നത് കൊണ്ട് മൈഗ്രെയിൻ വരും. മൂന്നാമത്തത് നെർവ്സ്, ന്യൂറോ റിലേറ്റഡ് ആണ്. നെർവ്സിലേക്കുള്ള ബ്ലഡ് സപ്ലൈ പ്രോപ്പർ അല്ലെങ്കിൽ മൈഗ്രെയിൻ വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മൈഗ്രെയിൻ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈഗ്രെയിൻ ട്രീറ്റ് ചെയ്തവരെ ആരെന്നറിയുമോ? അവര് 10, 20, 30 കൊല്ലം ട്രീറ്റ് ചെയ്തോണ്ടേ മാറില്ല. ഈ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർ ചോദിച്ചാൽ മതി, 1-2 കൊല്ലത്തെ കണക്കല്ല, അവർക്ക് മിനിമം 5, 10, 20 കൊല്ലത്തെ കണക്കില്ല. കാരണം അവരെപ്പോഴും ചികിത്സിക്കുന്നത് എന്തുവാ? മൈഗ്രെയിൻ കുറയാം. ഈ മൈഗ്രെയിൻ കുറയാനായിട്ട് മൈഗ്രെയിൻ ഉണ്ടാകുന്ന കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. അവരുടെ അസിഡിറ്റി മാറ്റിയാൽ, ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, ഇവരുടെ വയറിന്റെ പ്രശ്നം ക്ലിയർ ആകുമ്പോൾ അവർക്ക് മൈഗ്രെയിൻ ക്ലിയർ ഇല്ല. പിസിഒഡിയും പീരിയഡ്സിന്റെ പ്രശ്നം, ബ്ലീഡിംഗ് ക്ലിയർ ആകുമ്പോൾ മൈഗ്രെയിൻ ക്ലിയർ. സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് മൈഗ്രെയിൻ ക്ലിയർ ആവും. അപ്പൊ ഇങ്ങനെ മനസ്സിലായപ്പോഴാണ്, പക്ഷെ അതൊരു 70% വയറ്റിൽ പ്രശ്നം. അപ്പൊ മനസ്സിലായി, ഓക്കെ, ഇത് ഒരിടം ചെയ്താൽ ഈ മാറ്റമുണ്ട്. അതേപോലെ ക്ഷീണം വരുന്നുണ്ട്, അസിഡിറ്റി ഉണ്ടോ, ക്ഷീണമുണ്ടോ, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും. അവരൊരിക്കലും ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ഒരു കാരണം കിട്ടത്തില്ല. വയറ്റിലെ പ്രശ്നമുള്ളവരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ. അവർക്ക് വെറുതെ അരിശപ്പെടും. എന്തിനാ അരിശപ്പെടുന്നത്, എന്തിനാ വച്ച വെക്കുന്നത്? കുട്ടികളൊക്കെ വെറുതെ ഇരുന്ന് അടിച്ച് ബഹളം വെക്കും. അതേപോലെ ഇവരെ നോക്കിയാൽ മനസ്സിലാകും, ഇവരുടെ മുഖം ഈ കഴുത്തിലെ പോലല്ല, ഇതിന്റെ താഴെ വേറെ കളറായിരിക്കും, ഇവർ കുറച്ച് ഡാർക്കായിരിക്കും, പാടുകൾ വരും. അതേപോലെ തന്നെ ഒരാഴ്ചയിൽ 2 ദിവസം മിനിമം പോക്കാം. കാരണം എന്തെങ്കിലും കാരണങ്ങളുണ്ട്. വയറിന് കുറെ ഭക്ഷണങ്ങൾ പറ്റില്ല. ഉരുളക്കിഴങ്ങ് പ്രശ്നം, വയറ് പ്രശ്നം, പരിപ്പ് പ്രശ്നം, മുട്ട പ്രശ്നം, ഇറച്ചി പ്രശ്നം, ഒത്തിരി കാര്യങ്ങൾ മാറ്റി വെക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാകുന്നത് ഏത് ട്രാക്കിലാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ സംഭവം. അപ്പോ പലപ്പോഴും ക്ഷീണം മാറണമെന്നുണ്ടെങ്കിൽ, ക്ഷീണം കൊണ്ട് അസിഡിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ അസിഡിറ്റി ക്ലിയർ ആയ ക്ഷീണം ക്ലിയർ ആവും. എന്നാലും ചിലർക്ക് ആവത്തില്ല. അങ്ങനെയുള്ളവര് കുടലിലെ സെറട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഇതൊരു കെമിക്കലാണ്. ഇത് കുടലിൽ നിന്ന് ഇങ്ങനെ ബ്രെയിനിലേക്ക് എത്തണം. ഈ ബ്രെയിനിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു ഫീൽ കിട്ടുള്ളൂ. അത് 95% റിലീസ് ആകുന്നത് കുടലിനാണ്. അപ്പൊ വയറ്റിലെ പ്രശ്നമുള്ള ആൾക്ക് സന്തോഷം കിട്ടുന്നു. എന്താ വെച്ചാൽ മോഷൻ അയഞ്ഞു പോവുകയാണ്, മോഷൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പ് അവരുടെ ജീവിതത്തോടെ ഒരു നല്ല കാഴ്ചപ്പാട് കാണുന്നു. 100 നല്ല കാര്യങ്ങളുണ്ടെങ്കിലും അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നമായിരിക്കും അവരുടെ വലിയ കാര്യം. അതുകൊണ്ട് നമ്മളൊരു കുടുംബത്തിൽ നല്ല രീതിയിൽ സന്തോഷത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ കുറെ കാര്യങ്ങൾ ശരിയായെങ്കിലേ നടക്കത്തുള്ളൂ. അല്ലാതെ അത് അവരുടെ സ്വഭാവമല്ല.
അത്രയും നാള് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എന്തിനാ ഇങ്ങനെ നടന്ന് ബഹളം വെക്കുന്നത്? എന്തിനാ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അരിശപ്പെടുന്നത്? എന്തിനാ എപ്പോഴും പോയി നടക്കുന്നത്? പട്ടികയില്ലായിരുന്നു. അപ്പൊ ഇതിങ്ങനെ ഡേ ബൈ ഡേ ആയി വന്നുകൊണ്ടിരിക്കും. ശരിക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അങ്ങനെ അതിന് നമുക്ക് വലിയ സമ്പാദ്യമൊന്നും വേണമെന്നൊന്നുമില്ല. സമ്പാദ്യം ഉണ്ടെങ്കിൽ നല്ലത്. കാരണം നമ്മൾ കുറെ സമ്പത്ത് നമുക്ക് സമ്പാദ്യം തന്നെ കിട്ടും. പലപ്പോഴും ഡിപ്രഷന് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഡിപ്രഷനാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. മരുന്നെടുക്കുക, ഡിപ്രഷൻ മാറും, സന്തോഷം കിട്ടും. ഇതെല്ലാം ഉള്ളിലെ കെമിക്കൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം ഉൾക്കൊണ്ടാൽ മതി. ശരിയാ, എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് വലിയ മാനസിക പ്രശ്നം നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആരംഗീകരിക്കുന്നോ അവർ രക്ഷപ്പെടും. അല്ലാത്തവരുടെ ജീവിതം തീർന്നു. അവരുടെ ജീവിതവും അവരുടെ കൂടെ ഉള്ളവരുടെ ജീവിതം. കാരണം അംഗീകരിക്കുന്നില്ലോ. കാരണം ചില ആളുകളിൽ എന്താണെന്ന് വെച്ചാല് ഒരു കാര്യം മുഴിപ്പിക്കുന്നില്ല. അത് കുറച്ച് ഇത് കുറച്ച് കുറെ കാശ് അവിടെ കളി, കുറെ കാശ് ഇവിടെ കളി. അത് മാനസിക പ്രശ്നമാണ്. അത് ഓർത്താൽ മതി, അതൊരു മാനസിക പ്രശ്നമാണ്. പക്ഷെ അത് കൂടെ ഉള്ളവർ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കാരണം അവനെ കുറ്റപ്പെടുത്തുന്ന വരും. അതൊരു മാനസിക പ്രശ്നമാണ്. അതൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. അപ്പൊ ഈ പറയുന്ന ഞാനിത് പറയാൻ കാരണം ഭൂരിഭാഗം ആൾക്കാരുടെ പല പ്രശ്നങ്ങളും മാറത്തില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് പുറകോട്ട് പോകുമ്പോ പേടി. അതിനകത്ത് ഭൂരിഭാഗം സംഭവിക്കുന്നത് ഫാമിലി പ്രശ്നം തന്നെയാണ്. അതില് അവരുടെ കുടുംബ ജീവിതം സന്തോഷത്തിലല്ല. സിമ്പിൾ, വളരെ സിമ്പിൾ. അപ്പോ അതല്ലാതാവുമ്പോ എന്താണെന്ന് വെച്ചാൽ അവര് ജോലി ചെയ്യുന്ന മേഖലയിലെ പ്രശ്നം, വീട്ടിലെ സാഹചര്യത്തിലെ പ്രശ്നം, അയൽവക്കക്കാരുമായിട്ട് പ്രശ്നം, എല്ലായിടത്തും പ്രശ്നങ്ങളായി. നമ്മൾ പട്ടിണി കിടന്നാലും വെയിറ്റ് കൂടും, അതറിയാമോ? സ്ട്രെസ് മാത്രം, വേറെ ഒന്നും വേണ്ട. പ്രത്യേകിച്ച് സ്ത്രീകളില്ല അമ്മമാരായിട്ട് കണ്ടത്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, എത്രേ ഉള്ളൂ. പക്ഷെ നല്ല അളവിൽ വെയിറ്റ് കിട്ടും. അതായത് സ്ട്രെസ് കൂടുന്നതനുസരിച്ച് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ആവും. അവിടെ നിന്ന് കോർട്ടിസോൾ, ഈ കോർട്ടിസോളിന്റെ മെയിൻ പണി ഫാറ്റ് ഉണ്ടാക്കണം. അപ്പൊ ഭക്ഷണം കഴിക്കണമെന്നില്ല. അപ്പം ഒരു സ്ത്രീ വല്ലാതെ വണ്ണം വെക്കുന്നു, ശരീരം മൊത്തം വേദന, സ്കിന്നിന് പ്രശ്നം, അല്ലെന്നുണ്ടെങ്കിൽ നെഞ്ചിടിപ്പ്, അരിശം, സ്വഭാവത്തിലെ മാറ്റങ്ങൾ എന്നുണ്ടെങ്കിൽ അതൊന്ന് ആ സ്ത്രീയുടെ ഭർത്താവിന്റെ പ്രശ്നം, അല്ലെങ്കിൽ പാരമ്പര്യം. ആ സ്ത്രീയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ സ്ത്രീക്ക് സന്തോഷമില്ല. സിമ്പിൾ കാര്യമാണ്. കാരണം നമ്മൾ എങ്ങനെ ചികിത്സിച്ചാൽ അതിന് മാറ്റം വരും. ഒരു രീതിയിൽ സപ്പോർട്ട് ഇല്ലാത്ത ഫാമിലിയിൽ ഒരു രീതിയിൽ റിസൾട്ട് കിട്ടും. ഞാൻ പണ്ടൊക്കെ ആലോചിക്കായിരുന്നു, സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞു എങ്ങനെ പറയും. പക്ഷെ അല്ല, അതാണ് 80% കിടക്കുന്നത്. ഈ പറയുന്ന ഒരൊറ്റ പ്രശ്നം മതി ഭൂരിഭാഗം പ്രശ്നം ഉണ്ടാകാനായിട്ട്. നമ്മുടെ ഇപ്പൊ ഇവിടെ ബാംഗ്ലൂർ വന്നു, നിങ്ങളുടെ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇവിടെ വാടകയ്ക്ക് ജോലി ചെയ്യും, എല്ലാം ഓക്കെ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എല്ലാം ഭയങ്കര ചെലവാണ്. നമ്മൾ ഈ ഒരു ചെലവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കടന്ന് ഓവർ സ്ട്രെസ് ആണ്, ഓവർ സ്ട്രെയിൻ ആണ്. ആരെ കുറച്ച് എന്റെ ഒരു ബാച്ചിലർ പറഞ്ഞാണോ എത്രയാണോ 3 ലക്ഷം രൂപ LKG എന്തോ ഡൊണേഷൻ 3 ലക്ഷം രൂപ LKG അഡ്മിഷൻ ഫീ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കടന്ന് പണിയെടുക്കണം? ഇവിടെ വീക്കെൻഡിൽ അത് പുറത്തു പോയാൽ എത്ര കുടിക്കും അല്ലേ? ഇവിടെ കുറഞ്ഞത് 1 ലക്ഷം 1.5 ലക്ഷം രൂപ കുറഞ്ഞത് ഒരാൾക്ക് ഉണ്ടെങ്കിൽ കഷ്ടി കുഷ്ടി പോകാം അല്ലേ? അപ്പൊ ശരിക്കും പറയാം, നമ്മള് ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ ഇവിടെ നല്ല ആശുപത്രി കൊണ്ടേ കൊടുക്കുക, അത്രേ ഉള്ളൂ. അവർക്ക് വേണ്ടി നമ്മൾ ടൈം ഡ്യൂട്ടി ചെയ്യും, അവർക്ക് വേണ്ടി നമ്മൾ ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യും, അവർക്ക് വേണ്ടി നമ്മൾ ഓവർ ഡ്യൂട്ടി ചെയ്യും. സിമ്പിൾ. അപ്പോ
അത് കുറ്റമല്ല, നമ്മൾ എന്തായാലും ജീവിച്ചേ പറ്റും. എന്നാലും കൂട്ടി കുടിച്ചൊന്ന് നോക്കുമ്പോ ലാസ്റ്റ് എന്താണെന്നുള്ളത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ബാംഗ്ലൂർ നല്ല ഒരു സ്ഥലമാണ്, ഒത്തിരി ഓപ്ഷൻസ് ഉള്ള സ്ഥലമാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ ആരോഗ്യ പ്രശ്നം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും മുഴിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ കൂടുതൽ അഡ്രസ് ചെയ്തുകൊണ്ട് റൂട്ട് കോസ് എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഇവിടെ താരനുണ്ടെന്ന് വെച്ചു, താരൻ മുടിയിലൊക്കെ ഇങ്ങനെ പൗഡർ പോലെ നിൽക്കും, ചില ആളുകളൊക്കെ പൊളിഞ്ഞു വരും. അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് തൂത്തോണ്ടിരുന്നൊരു കാര്യമില്ല, ഇത് കുടലിലെ ഫംഗസ് കൂടി. അപ്പൊ ഈ കുടലിലെ ഫംഗസ് ട്രീറ്റ് ചെയ്യാതെ താരം മാറണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ വളരെ കോമൺ ആയിട്ട് കണ്ടായിരുന്നു താരം. സ്റ്റുഡൻസ് ഫുൾ ഇതിന് ഫംഗലാണ്, ഫംഗസാണ്. സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. അതിങ്ങനെ പൊളിഞ്ഞ് ഇങ്ങനെ ഒറ്റ പോലെ വരുന്നത്. അപ്പൊ നമ്മൾ ഈ താരനെ ഉള്ളല്ലോ വെറുതെ എണ്ണയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ താരം കുറച്ച് കഴിയുമ്പോൾ നഖത്തിൽ ഡാമേജ് വരും, നാക്കിൽ കോട്ടിങ് ഉണ്ടാവും, സംസാരിക്കാൻ സ്മെല്ല് വരും, വേർപ്പിന്റെ സ്മെല്ല് വരും, സോക്സ് ഒക്കെ ഇട്ടാല് അവിടെ സ്മെല്ലായിരിക്കും, സ്കിന്നില് ചൊറിച്ചിലുണ്ടാവും, എക്സിമ, സോറിയാസിസ് കണ്ടീഷൻ തുടങ്ങും. തുടക്കം ഏതാ? താരം. പക്ഷെ ഇത് ശരിയാക്കാൻ ആക്കുന്നില്ലല്ലോ ആരും. എന്നുവെച്ചാൽ ഇതിന്റെ കാരണം അറിയണ്ട, കാരണം നോക്കുകയേ വേണ്ട, എണ്ണ തൂത്ത് ഷാമ്പു ഇട്ട് മാനേജ് ചെയ്യും. അറിയാത്തതുകൊണ്ടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് കോസ് പിടിക്കണം. കുടലിലെ ഫംഗസ് വരെ കൂടിയോ തുടങ്ങും. ഈ ചെറിയ കുട്ടികളിലൊക്കെ ഇവിടെ മുഖത്തെ വെള്ളപ്പാടുകളൊക്കെ വരും. എത്ര ഭക്ഷണം കഴിച്ചാലും വണ്ണം വെക്കത്തില്ല. പല കുട്ടികളിലും അനീമിക്കാണ്, രക്തമില്ല, വിളറിയില്ല. കുറച്ച് എന്തെങ്കിലും കളിക്കോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണവും ബുദ്ധിമുട്ടാണ്, കാലുവേദനയാണ് രാത്രി കിടക്കുന്നത്. ഇതൊക്കെ വിരയുടെ പ്രശ്നമാണ്. വിറ്റമിൻ ഡി കുറഞ്ഞാൽ സെയിം പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മൾ ചുമ്മാതെ കുറെ പ്രോട്ടീൻ പൗഡർ കലക്കി കുടിച്ചത് കൊണ്ടോ ബോൺവിറ്റ് ഹോർലിക്സ് കലക്കി കുടിച്ചത് കൊണ്ടോ കാര്യമില്ല. അത് വെറും പഞ്ചസാര പൊടിയാണ്. ഹോർലിക്സും ബോൺവിറ്റൊക്കെ അതൊക്കെ നല്ല സാധനമാണ്, കഴിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനകത്ത് ഷുഗർ കണ്ടന്റ് ആണ് ഹൈ. അപ്പോ അതൊന്നും കുട്ടികൾക്ക് കൊടുത്തിട്ട് ഒരു ഉപയോഗവുമില്ല. കുട്ടികളിൽ അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുകയുള്ളൂ. കാരണം ഇൻസുലിൻ ലെവൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളിൽ PCOD പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇൻസുലിൻ കൂടുമ്പോഴാണ്. ചോക്ലേറ്റ്സ്, ഈ സ്വീറ്റ്സ് ഐറ്റംസ്, ഹോർലിക്സ്, ബോൺവിറ്റ, ആ പോലുള്ള സാധനങ്ങൾ വളരെ കോമൺ ആണ്. ഇപ്പൊ നോക്കിയ പീരിയഡ്സ് തുടങ്ങുമ്പോഴേ PCOD. അതിന് 18, 20, 25 ആവണമെന്നില്ല, 10, 15, 12 PCOD. എന്നുവെച്ചാൽ ആ സമയം കൊണ്ട് തന്നെ ബോഡി ഷേപ്പ് മാറുകയാണ്, രോമവളർച്ച തുടങ്ങും, മുടി കൊഴിയും, ചിലർക്ക് ഇല്ലാതെ വെക്കും, ചിലർക്ക് ഇല്ലാതെ വണ്ണം വെച്ചിരിക്കും. പീരിയഡ്സ് കറക്റ്റ് ആവില്ല. പിന്നെ ആ പീരിയഡ്സിന്റെ ദിവസം ഭയങ്കര വേദന, 1 2 ദിവസം പോകും. അത് ഇൻസുലിൻ ലെവൽ കൂടി. ഇൻസുലിൻ കൂടുന്നപ്പോഴാ ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നു. ഗ്ലൂക്കോസ് ഏറ്റവും കൂടുതൽ ഹൈയസ്റ്റ് ഉള്ളത് എന്തിനാ? ഷുഗറിന്. അപ്പോ പഞ്ചസാര, ശർക്കര, കരിപ്പെട്ടി, തേയില്, കൽക്കണ്ടം, ഇതിലെ 100% ഗ്ലൂക്കോസ് കഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് എന്റെ കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ ഗ്യാരണ്ടി. ഇങ്ങനെയാണ് അതിന്റെ രീതി. അപ്പൊ ഞാൻ പറയുന്നത് ഒന്നും വേണ്ടെന്നല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണിയാണ്. പക്ഷെ ബിരിയാണി കഴിക്കുമ്പോ എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ ചിക്കൻ ബിരിയാണി കഴിച്ചാൽ അതിനകത്ത് ആ ചിക്കൻ പീസ് 2 എടുത്തേച്ച് കുറച്ച് ചോറ്, ബാക്കി പകുതി മാറ്റുക. ഇത് നമ്മളെന്ത് ചെയ്യും? ഉള്ള ചോറ് മൊത്തം പൂന കൂട്ടി കഴിച്ചുകൊണ്ട്. ഇവിടെ മന്തി ഉണ്ടോ? മന്തി അല്ലേ? ഞാൻ കോഴിക്കോട്, കണ്ണൂര്, മലപ്പുറം ഭാഗം മൊത്തം മന്തിയാണ്. എന്ന് വെച്ചാ ഒരു വലിയ പ്ലേറ്റ് നിറച്ച് ചോറ് തിന്നാൻ വേണ്ടി മാത്രം. അപ്പൊ ഇങ്ങനെ കഴിച്ച് അതുകൊണ്ട് എന്താ, എനിക്ക് 19 ക്ലിനിക്കുണ്ട്. ഈ 19 10 ഈ ഭാഗത്ത്
ഒരാൾക്ക് പോലും വയറ് ശരിയുള്ളവരില്ല. ഡയബറ്റിക് ഇല്ലാത്തവരാരുമില്ല. ഭൂരിഭാഗം ആൾക്കാർക്കും ബ്ലോക്ക്, പ്രമേഹം, BP, കൊളസ്ട്രോള്, വയറ്റിലെ പ്രശ്നം, ഇതെല്ലാം ഗ്യാരണ്ടി. എന്നാൽ സൂക്ഷിച്ച് കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് പറ്റുന്നത്. കാരണം കഴിച്ചോ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ബിരിയാണി കഴിക്കണം, കഴിച്ചോ മന്തി കഴിക്കണം, കഴിച്ചോ ഒരു കുഴപ്പമില്ല. അളവ്. മദ്യം കഴിച്ചോ, മദ്യം ആരെ മോശം എന്ന് പറയുന്നത്? അളവ്. ഇതിനൊക്കെ ഒരു അളവുണ്ടല്ലോ. ആ അളവ് പൊതുവെയുള്ള അളവല്ല കേട്ടോ, ആ ശരീരത്തിന്റെ അളവാണ്. ചിലപ്പോൾ ഒരു പെക്ക് കഴിച്ചാൽ ഓക്കെ തലയ്ക്ക് പിടിച്ചു, ചിലപ്പോൾ ഒരു ഫുമ്മി കഴിച്ചാൽ വടി പോലിരിക്കും, ഒന്നും കേൾക്കുന്നില്ല. അതാ പറയുന്നത്, ചില ശരീരപ്രകൃതനുസരിച്ചാണ്. ചില ആള് ഇവിടെ ആർക്കെങ്കിലും നോക്കിയാൽ മതി, നിങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം വരുന്നോ നോക്കിയാൽ മതി. ഇവിടെ ആർക്കെങ്കിലും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കണം, കിടക്കണം, തൂങ്ങിയിരിക്കുന്നു, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? 80% തോന്നും. ഫാറ്റ് ലിവറാണ്. ഫാറ്റ് ലിവർ താങ്ങത്തില്ല. അയ്യോ ഇടല്ലേ, എന്റെ കിട ഇത്രയും ചെയ്യാൻ പറ്റില്ല എന്താ പറയും. ഗ്ലൂക്കോസ് ഇടുമ്പോഴേ കേട്ടോ, അരി ചോറിടുമ്പോഴേ. ഇറച്ചി മീനോ മുട്ട കഴിച്ചാൽ വരത്തില്ല. അരി ഗ്ലൂക്കോസ് എടുത്താൽ ഓവർബർഡൻ. ഇത്രയും റിലീസ് ചെയ്ത് ദഹിപ്പിച്ചെടുക്കാനുള്ള ശേഷി ലിവറിനില്ല. അപ്പൊ എന്താവും, നീ അനങ്ങരുത്, എവിടെയെങ്കിലും പോയി ഞാൻ തീർത്തോട്ടെ. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള എന്ത് ചെയ്യണം? ഉച്ചയ്ക്ക് ചോറ് കുറയ്ക്കും. അത് കുറയ്ക്കണം എന്നുള്ള ആര് പറയും? നമ്മൾ ഈ അപ്പനമ്മമാരായിട്ട് അപ്പൂപ്പന്മാരായിട്ട് കഴിച്ച് ശീലിച്ച് കണ്ടതിനൊക്കെ തന്നെയാണ്. എന്നിട്ട് അമ്മൂമ്മമാര് പറയും കഴിക്കു മക്കളെ, കഴിക്കു മക്കളെ, കഴിക്കു മക്കളെ. എന്നിട്ട് ഈ അമ്മൂമ്മയ്ക്ക് യൂട്രസിന് മുഴകെ ഇരിക്കുക. എന്നിട്ട് മോളെ തിരിപ്പിക്കും. എന്നിട്ട് ആ മോൾക്ക് കാട്ടിൽ ലിവറും പീസി പൊടി വരുന്നു. എന്നിട്ട് അതിന്റെ കൊച്ചുമോളെ എടുത്ത് തിരിക്കും. ഇതെന്റെ പരിപാടി. പ്രായമുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ പഴയ രീതി അനുസരിച്ച് കുറച്ചൊക്കെ ഉരുട്ടി കഴിച്ചെങ്കിലേ എന്തെങ്കിലും ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അന്ന് പണിയെടുക്കുന്നതുകൊണ്ട് അത് ഓക്കെയാണ്. ഇന്ന് ആരാ പണിയെടുക്കും? അന്ന് അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ മൈൻഡ് പഴയത് തന്നെയാണ്. അതുകൊണ്ട് എന്താ, ഇന്ന് ഈ ചോറ് കുട്ടി കഴിക്കുകയും ചെയ്യുക. അവിടുന്ന് പിസയും ബർഗറും സാധനങ്ങളും എല്ലാ സ്വീറ്റ്സും എല്ലാ ഐറ്റംസും ഇവിടെ കയറും. അപ്പൊ ഏതാ കണക്ക് ഒരു ശരീരത്തിൽ എത്തൂല അതാണെന്ന് അളവ് വേണ്ടി. അപ്പൊ ഈ ട്രാക്ക്, അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ എന്റെ മേഖല ആയതുകൊണ്ട്, ഒരു ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ട് എന്നെ പോലുള്ള ആൾക്കാർ ജീവിച്ചു പോകും. കാരണം എല്ലാവരും അവരവരുടെ മേഖലയിൽ നല്ല രീതിയിൽ പ്രോത്സാഹിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്, നല്ല ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ വരും എനിക്ക് ഏപ്പൊക്കെ വേണം, എപ്പോഴും വയറ് പൊട്ടിക്കൊണ്ടിരിക്കും, ഗ്യാസാണ്, എന്താ ചെയ്യുന്നത്? ഞാൻ ജെലൂസിൽ കഴിച്ച് മടുത്തു, പാൻഡപ്രസം കഴിച്ച് മടുത്തു, അരിശം കുടിച്ച് മടുത്തു, എന്ത് ചെയ്യണം? ഇത് കുടലിനകത്ത് വേണ്ടുന്ന ബാക്ടീരിയ ഇല്ല. വെറുതെ നമ്മൾ പോയിട്ട് ഒരു ആന്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞു. ഒരു തവണ എങ്ങാണ്ട് കഫക്കെട്ട് പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ എപ്പോ വന്നാലും നമ്മൾ തന്നെ നേരെ പോയി സാധനം കഴിക്കുന്നു. എന്താണ്ട് ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ. ഇത് മൊത്തം ഇവിടെ ബാക്ടീരിയകൾ മൊത്തം ചാവുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ആദ്യം പറയും ഉരുളക്കിഴങ്ങ് ഗ്യാസാണ്, പിന്നെ പറയും ഈ കടലയും പയറും പരിപ്പും ഒക്കെ ഗ്യാസാണ്. ഇതൊക്കെ ഗ്യാസാണോ? ഗ്യാസാണ്, എല്ലാവർക്കും ഗ്യാസ് വരുന്നത്. അതായത് ചിലർക്ക് മാത്രമേ ഗ്യാസ് വരുന്നു. അപ്പൊ അതല്ല കുറ്റക്കാരൻ. അവന് ഗ്യാസ്, വായനയ്ക്ക് ഗ്യാസ് ഇല്ല, ഒരേ സാധനം കഴിക്കുന്നു, അതെന്താ പരിപാടി അല്ലേ? ആലോചിച്ചിട്ടുണ്ടോ? സിമ്പിൾ കാര്യം. അപ്പൊ എന്നായി കുടലിലെ ബാക്ടീരിയകൾക്ക് ഡാമേജ് വന്നു. ഇനി വേറൊരു കാര്യം, മലബന്ധം. ശരിക്കും എത്ര നേരം പറയും ടോയ്ലറ്റ് ഇരിക്കേണ്ടത്? 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വരെ. ഇതാണ് മലം പാസ്സാകാനുള്ള ടൈം. ഇവിടെ 1/4 മണിക്കൂർ കുറവുള്ള ആരെങ്കിലും ഉണ്ടോ? എന്തോരം കഷ്ടപ്പെട്ടാണ് മോഷൻ പാസ് ചെയ്യുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണമെന്ന് വളരെ സിമ്പിൾ.
പോകുന്നു, ഇരിക്കുന്നു, കഴിയുന്നു, വരുന്നു. ഇതാണ്. ഇനി ഇതല്ലേ പണി കിട്ടി, ഉറപ്പായിട്ട് പണി കിട്ടി, അത് ശരിയാക്കണം. ശരിയാക്കിയില്ലെങ്കിലാണ് പ്രശ്നം. മരം മുറുകി തന്നെ അധിക നാൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വെയിനുകളൊക്കെ പഞ്ചാവും, രക്തം മലദ്വാരത്തിന്റെ ഭാഗത്ത്. അത് കഴിഞ്ഞ് ബ്ലീഡിങ് തുടങ്ങും, അത് കഴിഞ്ഞ് തള്ളി പുറത്തു വരും. അത് പ്രശ്നമാണ്. ഒരു ദിവസം മിനിമം ഒരു തവണയെങ്കിലും പോകണം, മാക്സിമം 2 തവണ. ഓക്കെ, 3, 4 തവണ, 5 തവണ, 10 തവണ പോകുന്നവരുണ്ട്. 3, 4 തവണ പോകുന്നത് മുറുകിയായിരിക്കും, പക്ഷെ പ്രോപ്പറായിട്ട് പോകത്തില്ല. പോയിട്ട് വന്നിട്ട് വീണ്ടും ക്ലിയർ അല്ല, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പോകണം, ഫുഡ് കഴിച്ചേക്ക് വീണ്ടും പോകണം, ഇങ്ങനെ പോകുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ ബെറ്റർ ആകട്ടോ. മുറുകി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. പക്ഷെ അയഞ്ഞു പോവുകയാണെങ്കിൽ പണി കിട്ടും. കാരണം അയഞ്ഞു പോകുന്നത് മൊത്തത്തോടെ പ്രശ്നമാണ്, തല തൊട്ട് കാല് വരെ പ്രശ്നമാണ്. അയഞ്ഞു പോകുന്ന ആൾക്ക് ആൻസൈറ്റി കൂടും. അപ്പൊ മോഷൻ അയഞ്ഞാണ് പോകുന്നത്, 3-4 തവണയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു എക്സാം പോലും മിനിമം പാസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ സ്വഭാവത്തെ ബാധിക്കും, കോൺസെൻട്രേഷനെ ബാധിക്കും, ടെൻഷൻ കയറും. ഇപ്പം ഒരു എക്സാമിന് പ്രിപ്പയർ ആവുന്നു, നന്നായിട്ട് പ്രിപ്പയർ ആവും, അവിടെ ചെയ്ത് ഒരു കൊടുത്തിട്ടുണ്ടല്ലോ, എന്താ എഴുതട്ടെ പോലെ പറ്റും, മൊത്തം ബ്രെയിനെ ബാധിക്കുന്നതാണ്. അതാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ആരോഗ്യം കറക്റ്റാണ് അല്ലയോ, സിമ്പിൾ ആയിട്ട് മോഷൻ ക്ലിയർ അല്ലേ, പണി കിട്ടി, അത് ശരിയാക്കിക്കോ എത്രയും പെട്ടെന്ന്. ഇല്ലെങ്കിൽ റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് കേട്ടിട്ടുണ്ടോ? ആമവാദം. കുടലിലെ പ്രൊമറ്റല്ല കോപ്പറി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയുടെ അളവ് വല്ലാതെ കൂടി കഴിയുമ്പോൾ അതിനെ കുറയ്ക്കാനായിട്ട് ഇമ്മ്യൂണിറ്റി കിടന്ന് ഫൈറ്റ് ചെയ്യും. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ജോയിന്റ്സിൽ നീർക്കെട്ടുണ്ടാവും. അതിനെയാണ് ആമവാദം എന്ന് പറയുന്നത്. വൈറ്റ് പ്രശ്നമുള്ള ഭൂരിഭാഗം ആൾക്കാർ തൈറോയിഡൈറ്റിസ് ഉണ്ടാവും. ഈ ഹൈപ്പോതൈറോയിഡിസം അല്ല, TSH വേരിയേഷൻ അല്ല, അവർക്ക് പോയിട്ട് തൈറോയിഡ് ചെക്ക് ചെയ്തത് നോർമൽ ആയിരിക്കും. ഇവർ തൈറോയിഡ് സ്കാൻ ചെയ്യണം, അല്ലെങ്കിൽ തൈറോയിഡിന്റെ ആന്റിബോഡി ടെസ്റ്റ് ചെയ്യണം. വയർ പ്രശ്നം ഉണ്ടോ 80% ആൾക്കാർക്ക് തൈറോയിഡൈറ്റിസ് വരും. തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഡാമേജ് ചെയ്യുന്ന. ആരെയാ ശരിയാക്കാൻ നോക്കുന്നത്? കുടലിനെ ശരിയാക്കാൻ നോക്കും, പക്ഷെ പണി കിട്ടുന്നതായിരുന്നു. കുടലിനെ ശരിയാക്കാൻ നോക്കുമ്പോൾ പണി കിട്ടുന്നത് സ്കിന്നിന്. അതാണ് സോറിയാസിസ്, ലൈക്കൻ പ്ലാനസ്. വീട്ടിലേക്കും വെള്ളപ്പാട്ടില്ലേ, നമ്മുടെ മൈക്കൽ ജാക്സന്റേത് വീട്ടിലേക്കോ എന്ന് പറയുന്നത് രോഗമാണ്. കാരണം മൈക്കൽ ജാക്സന്റെ ആദ്യം പണി കിട്ടിയ സ്ഥലം വയറാണ്. മൈക്കൽ ജാക്സൺ മരിച്ചത് എങ്ങനെയെന്നറിയോ? എക്സോപ്ഷൻ ഇല്ല, ശരീരത്തിലേക്ക് ഒരു സാധനം കഴിക്കാൻ പറ്റത്തില്ല, വലിച്ചെടുക്കത്തുമില്ല. ഇതിന്റെ ഭാഗമായിട്ട് ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്ക് ഡാമേജ് വരാം. സ്കിന്നിന് ഡാമേജ്, അസ്ഥികൾക്ക് ഡാമേജ്, ഒന്ന് ചാടിയ ഫ്രാക്ചർ, സർജറി ചെയ്താൽ റിക്കവർ ആവുന്നില്ല. ഇതിനെല്ലാത്തിനും മരുന്ന് എടുത്ത് വെച്ച് പോയി. അങ്ങനെ 50-ാമത്തെ വയസ്സിൽ ആള് മരിച്ചു. എപ്പോഴും നോക്കിയാൽ മതി, വലിയ താരങ്ങൾ അവരുടെ ശരീരപ്രകൃതം മാറിയാൽ പട്ടിണിയാണ്. നമ്മൾ ഓരോ ദിവസം കഴിക്കുന്ന കീടനാശിനി നമ്മുടെ ലിവർ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ലിവറിന് പണി കിട്ടിയോ ഫുഡിന്റെ പോയിസൺ പോലും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ഇതാണ് അതിന്റെ സത്യാവസ്ഥ. കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കരുത്, കാരണം കുറച്ച് അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെയാണെങ്കിൽ നമുക്ക് അഖിൽ ഡോക്ടർ ഉണ്ട്, ഇവിടെ നമ്മുടെ ഇന്ദിരാനഗറിലാണ് എന്റെ ക്ലിനിക് ഉള്ളത്. ഡോക്ടറാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് അവിടെ പോകാം, സംസാരിക്കാം.